ഇവിടെ ഒരുത്തൻ പല പല പേരുകളിൽ പല പല വേഷങ്ങളിൽ ഇവനെയൊക്കെ. റോയ് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ. ഒന്നിക്കണേ. പേരെന്താ? പെരുമാൻ. ഇതെന്ത് പറ്റി? ഒരു ആക്സിഡന്റിൽ പറ്റിയത്. ഇപ്പോഴെങ്ങോട്ടാ? ഞാൻ ആർട്ടിഫിഷ്യൽ ലിം സെന്ററിലേക്ക്. താങ്ക് യു സർ. ലിസ്റ്റിൽ നിന്നും ആ രാഘവന്റെ പേര് വെട്ടിക്കൊള്ളു. അയാൾ ജീവിച്ചിരിപ്പില്ല. അബ്ദുള്ള സർ, റോയിയുടെ മൊഴിയിൽ ഒറ്റക്കൈന്റെ കൃത്രിമ കൈ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? അത് ലെഫ്റ്റ് സർ. ഫയൽ നോക്കണം. സോറി സർ. എക്സ്ക്യൂസ് മീ, ലെഫ്റ്റ് ഹാൻഡ് ഫിക്സ് ചെയ്തവർ എത്ര പേരുണ്ടെന്ന് പറയാം? എന്തായി? അതെയോ? ഓക്കെ, താങ്ക് യു. ഈ ബഷീർ 4 മാസമായി വീൽ ചെയറിലാണ്. ഡോക്ടർ റോയുടെ ഭാര്യ കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് 17 സർ. റോയിയുടെ മൊഴിയിൽ അപ്പോഴുണ്ടായ സംഘടനത്തിൽ കൃത്രിമ കൈ ഒടിഞ്ഞു പോയെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? അതെ സർ. എക്സ്ക്യൂസ് മീ, ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ എത്ര പേർ കൈ റീഫിക്സ് ചെയ്തു എന്ന് പറയാം? 5 പേര്. എനിക്ക് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമല്ലോ. ഓക്കേ. അബ്ദുള്ള സർ, ഈ ലിസ്റ്റിൽ ആർക്കെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. യെസ് സർ. ഈ സക്കറിയയ്ക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അയാൾ ഇപ്പൊ ഭ്രാന്താശുപത്രിയിലല്ലേ? അതെ, എങ്കിലും എനിക്ക് അയാളെ കാണണം. 3 മാസം മുമ്പ് അയാൾ അഡ്മിറ്റ് ചെയ്തു എന്നാണ് റെക്കോർഡ്സ്. പിന്നെന്തിന് കാണണം? റെക്കോർഡ്സ് അനുസരിച്ച് ഞാൻ ആ നാനിയെ കൊന്നത്. അയ്യര് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സക്കറിയ റെക്കോർഡ്സ് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഐ വാണ്ട് സീ ഹിം. ഫാദർ കരുതുന്ന പോലെ അല്ല സക്കറിയ. മറ്റു രോഗികളോടൊപ്പം ഇടപഴകാൻ ഞങ്ങൾ അയാളെ അനുവദിക്കാറില്ല. ഹി ഈസ് വെരി വയലന്റ്. അവനെന്തോ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് കേട്ടു. സ്വന്തം ഭാര്യയെ സംശയിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതിന്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ ഉണ്ടായ ഷോക്കാണ്. ഹി ഹാസ് ബിക്കം സൈക്കോട്ടിക്. സക്കറിയ, 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 സക്കറിയ കാണാൻ ഫാദർ വന്നിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് പേഷ്യന്റിനെ കാണാനുള്ള പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. സർ, സക്കറിയ, ഫാദർ, ആർ യു ഓൾറൈറ്റ്? എനിക്ക് ആള് തെറ്റി. എന്നാ അച്ഛൻ നടന്നോളൂ. ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ഇത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. Sorry for the trouble. It's okay. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഡോക്ടർ, പോലീസ് മാറോ? അയാളോട് പറ, അയാളോട് പറ, അയാളോട്. Stop or I will shoot. Don't, sir. Please, don't. मैं एफटी बोल रहा हूँ बम्बई से. मैं कल सुबह की फ्लाइट से वहां आ रहा हूँ.
और सुनो डॉक्टर, वो ऑपरेशन कल ही हो जाना चाहिए क्योंकि कल शाम की फ्लाइट से मुझे उस चीज को न्यू दिल्ली भेजना है। सॉरी इफ्ती, ये नहीं होगा। Then I am also sorry डॉक्टर, तुम मुझे गद्दारी करने पर मजबूर कर रहे हो। तुम मेरा कुछ नहीं बिगाड़ सकते। मेरा और मेरे लोगों को हाथ बिल्कुल साफ है। अच्छा, एक बात बताओ, वो डॉक्टर एनी की याद है तुम्हें? उसके घर से मैंने जो तुम्हारे खिलाफ एविडेंस उठाया था, आई स्टिल हैव दैट एविडेंस। डोंट गेट सो अपसेट डॉक्टर मार्कोस, वी कैन स्टिल डू बिजनेस। ठीक है, ऑपरेशन हो जाएगा, लेकिन सारे सबूत मुझे मिल जाना चाहिए। You perform the operation and I will hand over all the evidence to you. Okay? Salah. ഇഫ്റ്റി നമ്പർ 24 വൃന്ദാവൻ കോളനി. തെളിവുകളെല്ലാം ഞാൻ തപ്പിയെടുത്തു. ഇനി ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമില്ല. പറഞ്ഞിരുന്നത് പോലെ ഞാൻ കാർ പാർക്കിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? റോയ്, നിങ്ങൾ? അതെ, ഞാൻ തന്നെ. എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇല്ലാത്ത രോഗങ്ങളുടെ പേര് പറഞ്ഞ് രോഗികളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ ശരീരഭാഗങ്ങൾ അറുത്തു മുറിച്ച് വെക്കുന്ന നീയൊക്കെ റോയ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവനറിയാം എന്റെ ആനയെ കൊല്ലിപ്പിച്ച ആരാണെന്ന്. ഇവനെ കൊണ്ട് പറയിപ്പിക്കും. ഡോക്ടർ റോയ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് റോയ്, പ്ലീസ്. സത്യം ഞാൻ പറയിപ്പിക്കാം. റോയ്, മാർക്കോസ്,
ആനയെ കൊല്ലിപ്പിച്ചതാരാണ്? പറയാൻ 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 സത്യം പറയാൻ. പറ. മേനോൻ, മേനോന്നല്ല, ഡോക്ടർ മാർക്കോസിനെ വെടിവെച്ച് കൊന്നത് ഡോക്ടർ റോയ് ആണ്. റോയിയുടെ മൂന്നാമത്തെ കൊലപാതകം. നോ നോ, വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിലപിടിപ്പുള്ള ജീവനുകൾ നിലനിർത്താൻ വെറും പുഴുക്കളെ പോലെ ജീവിച്ചു മരിക്കുന്ന സാധാരണക്കാരിൽ നിന്നും പലതും അപഹരിക്കേണ്ടി വന്നു. ഇതൊക്കെ വലിയൊരു ക്രൈമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഡോക്ടർ റോയ്. ഇറ്റ്സ് ഓൺലി സർവീസ്. യെസ്, സർവീസ്. അതിന് ആനി തടസ്സമായി നിന്നപ്പോ എനിക്ക് ആനയെയും കൊല്ലിക്കേണ്ടി വന്നു. അങ്ങനെ പലരെയും. എക്സൈറ്റഡ് ആവണ്ട. വെറും ഒരു റോയ് മാത്രം വിചാരിച്ചാൽ തുടച്ചു നിൽക്കാൻ കഴിയുന്ന ശൃംഖലയല്ല ഞങ്ങളുടേത്. ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ റാക്കറ്റ്. ആ ശക്തിയെ നേടാൻ നിനക്കാവില്ല ഡോക്ടർ റോയ്. പോലീസ് ഇപ്പോൾ ഇങ്ങെത്തും. തെളിവുകളെല്ലാം എന്റെ കയ്യിലായ സ്ഥിതിക്ക് ഇനി പിടികൊടുക്കുന്നതല്ലേ നല്ലത്? പറയടാ, അവനോടുണ്ട്. എന്റെ ആനയെ കൊന്ന ഒറ്റക്കൈ എന്നോടുണ്ട്. പറയടാ. I want him. റോയ്, നിങ്ങളുടെ നിരപരാധിത്വം ഡോക്ടർ മാർക്കോസിന്റെ മരണമൊഴിയിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഇയാളെ ഇനി നിയമത്തിന് വിട്ടുതരിക. No. No. He has to die. ഒരു ഡോക്ടറുടെ ധർമ്മം ജീവൻ നശിപ്പിക്കലല്ല, രക്ഷിക്കലാണ്. എന്റെ ആനയെ കൊന്നവന് ഞാൻ വിധിക്കുന്നത് മരണശിക്ഷയാണ്. റോയ്, ഡോക്ടറെങ്കിൽ തിരിച്ചു വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു അനാഥയായ പെൺകുട്ടിയുണ്ട്, പാറുക്കുട്ടി. റോയ്, പ്ലീസ് റോയ്, പ്ലീസ്.
ഗെറ്റ് മി എ സ്ട്രോങ് ടീ. 3 കുരുമുളകും. 4 തുളസിയിലയും. യെസ് സർ. കുറ്റവാളികളുടെ കൈകൾ ബന്ധിക്കുവാനുള്ളതാണ് വിലങ്ങ്, നിരപരാധികളുടേതല്ല. ഈ കൈകൾ ഇനി 1000 ജീവനുകൾ രക്ഷിക്കാനുള്ളതാണ്.